ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ സ്നേഹക്കോട് സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ പല്ലവിയാണെന്നുണ്ടെങ്കിൽ ഹരിയോട് പറയുന്നുണ്ട്, ഹരി ഋതു എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, അവൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അവളുടെ പിന്നാലെ അവൾ അറിയാതെ ഫോളോ ചെയ്ത് പോകണം എന്ന് പറയണം. ഇത് കേൾക്കുന്ന ഹരി പറയുന്നുണ്ട്, അതല്ല പല്ലവി ചേച്ചി, ഋതുവിനെ എവിടെയും വിടാതിരുന്നാ പോരെ, അവള് എന്തൊക്കെ പറഞ്ഞാലും പോവും, അവളുടെ സ്വഭാവം അറിയാലോ, അവൾ എന്തിനു വിചാരിച്ച അവൾ ഇറങ്ങി പുറപ്പെടുക തന്നെ ചെയ്യും. ഇപ്പോൾ അവൾ ഇവിടെ പോവാൻ പോവാണ്. ഞാൻ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഷോപ്പിങ്ങിന് പോവാണെന്ന്. അമ്മ ചോദിച്ചപ്പോൾ പറഞ്ഞു അമ്പലത്തിൽ പോവാണെന്ന്. അവളുടെ ആ പോക്കിൽ എന്തോ ഒരു വശപശൊക്കെ ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, അവളെ ഞാനും സേതുട്ടനും റോഡരികെ വെച്ച് കണ്ടുവന്ന്. അവൾ ഫുട്പാത്തിൽ ഒരു പ്രായമുള്ള സ്ത്രീയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വിളിച്ചപ്പോഴേക്കും അവൾ എൻ്റെ കോൾ കണ്ടിട്ടും എടുത്തില്ല. അവൾക്ക് വേണമെങ്കിൽ എടുക്കായിരുന്നു, അത്ര വലിയ സീരിയസ് ആയിട്ടുള്ള സംഭവങ്ങൾ ഒന്നും അല്ലായിരുന്നു അവിടെ നടക്കുന്നുണ്ടായിരുന്നത്. എന്നിട്ടും അവൾ എൻ്റെ കോൾ എടുത്തില്ല. അപ്പോൾ അതിലെന്തൊക്കെയോ ഒരു അപാകതയുള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ട് അവളുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ വേണം. ശരി പല്ലവി ചേച്ചി, ഋതു എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഞാൻ ഫോളോ ചെയ്ത് ഋതുവിൻ്റെ കൂടെ പോയിക്കോളാം എന്ന് ഹരി പറയാണ്. ആ സമയത്ത് തന്നെയാണ് ഋതു അവിടെ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ. ഋതു ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ ഹരി ചോദിക്കണ്ടല്ല, ഋതു അങ്ങോട്ടേക്കാ പോണത്? ഞാനൊരു സ്ഥലം വരെ പോവാണ് എന്ന് പറയാണ്. സ്ഥലം വരെയോ? അതെ, ഇന്ന് പൂർണിമ ടെക്സ്റ്റൈൽസിലെ കുറച്ച് സ്റ്റോക്ക് വരുന്നുണ്ട്, ആ സ്റ്റോക്കൊക്കെ ക്വാളിറ്റി നോക്കണം, അതിനു വേണ്ടി പോവാണ്. ആണോ? ഈ വെയിലത്ത് എന്തിനാ പോണത്? ഞാൻ ഓട്ടോറിക്ഷ എടുക്കാം എന്ന് പറയാണ്. വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം എന്ന് ഋതു പറയുമ്പോൾ, അതെന്തിനാ നടന്നു പോകുന്നത്? നോക്കൂ, അതിനല്ലേ ഓട്ടോ. എത്ര ദൂരമുണ്ട് ഇവിടെ നിന്ന്? നടന്നു പോകുന്ന വെച്ചാൽ നിസ്സാര ദൂരമാണോ? അതൊരു 3 കിലോമീറ്റർ അല്ലേ ഉള്ളൂ, ഞാൻ നടന്നു പോയിക്കോളാം. ഡോക്ടറിനോട് പ്രത്യേകം പറഞ്ഞാണ് ഈ സമയത്ത് നടക്കണോന്ന്. ഡോക്ടർ പറയാറ് അത് പ്രസവം ആവുമ്പോഴാണ് കൂടുതൽ നടക്കണോന്നല്ലേ പറയണത്. ഹരിക്ക് അതിനെ കുറിച്ചൊക്കെ എന്തറിയാം? ഞാൻ നടന്നു പോയിക്കോളാം, നടക്കുന്നതേ ആരോഗ്യത്തിന് നല്ലതാണ്. പിന്നെ വെയിൽ കൊള്ളട്ടെ കുറച്ച്, എനിക്ക് നല്ല വിറ്റാമിൻ ഡിയുടെ കുറവുണ്ടെന്നാ പറഞ്ഞത്. വെറുതെ ടാബ്ലറ്റ് കഴിച്ച് കൂട്ടുണ്ടല്ലോ, വെയിൽ കൊണ്ട അത് മാറിക്കോളും എന്ന് പറയാണ്. ഹരി പറയുന്നുണ്ട്, വിറ്റാമിൻ ഡിയുടെ കുറവുണ്ടെങ്കിൽ വെയിൽ കൊള്ളണം നല്ലതാണ്, പക്ഷേ ഈ നട്ടുച്ചക്കത്തെ വെയിൽ കൊണ്ട അതിനേക്കാളും വളരെ ദോഷമാണ് ഉണ്ടാവണത്. ഋതു ഋതു എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടാക്കാം. വേണ്ട ഹരി, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഋതു അവിടെ നിന്ന് പോവാണ്. അപ്പൊ തന്നെ ഹരിക്ക് കാര്യം മനസ്സിലായി, എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന്. ഹരി പല്ലവിനെ വിളിച്ച് ഈ കാര്യം പറയുന്നുണ്ട്, ഋതു ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ശരി ഹരി, നീ അവൾ അറിയാതെ അവളുടെ പിന്നാലെ പോവാൻ വേണ്ടി പറയാണ്. നീ പോകുന്നത് എവിടെയാണെന്ന് എനിക്ക് ഫോണിൽ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞാൽ മതി, വിളിച്ചു പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് പല്ലവി തൊട്ടു പിന്നാലെ തന്നെ പോകുന്നുണ്ട്. അപ്പൊ ഋതു റോട്ടിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ പുറകിൽ ആരും ഇല്ലെന്ന് ഉറപ്പുവരുത്തിന് ശേഷം അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിക്കുകയാണ്. ഓട്ടോ കയറി ഋതു പോകുവാട്ടോ. ആ ഓട്ടോയുടെ തൊട്ടു പിന്നാലെ തന്നെ ഹരി പോകുന്നുണ്ട്. പക്ഷെ ഋതു അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഹരി പല്ലവിന് ഫോൺ വിളിച്ചിങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങളിങ്ങനെ അപ്പുറത്തെ സൈഡിലേക്കാണ്, ഇപ്പുറത്തെ റോട്ടിലേക്ക് പോയി അങ്ങനെ ഓരോരോ സ്ഥലം പറഞ്ഞു കൊടുക്കുകയാണ്. പല്ലവി ഓട്ടോറിക്ഷ പിടിച്ചിട്ട് അവരുടെ പിന്നാലെ തന്നെ പോകുവാട്ടോ. അങ്ങനെ ഋതുവിന് ആ സമയത്ത് കോള് വരുന്നുണ്ട്, രാജമ്മയുടെ. ഋതു കോൾ എടുക്കണം. അപ്പൊ രാജമ്മ ചോദിക്കണ്ടേ, എന്താ ഋതു വരുന്നില്ലേ? 11 മണിക്കാണ് അപ്പോയിന്റ്മെന്റ് പറഞ്ഞത്, സമയം ഇപ്പൊ 11:30. ഡോക്ടർക്ക് ഇത് കഴിഞ്ഞിട്ട് വേറെ കുറെ പണിയൊക്കെ ഉണ്ട്. ചേച്ചി അറിയാം, വീട്ടിൽ നിന്ന് എല്ലാവരുടെ കണ്ണ് വെട്ടിച്ച് വരണ്ടേ, അതുകൊണ്ടിട്ടായിരുന്നു. ഞാനൊരു 10 മിനിറ്റ് അതിനുള്ളിൽ അവിടെ എത്തും. ആണോ? എങ്കിലും ശരി, ഞാനിവിടെ ഉണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവര് ഫോൺ കട്ട് ചെയ്യാണ്. ഇന്നത്തെ കുരീരേ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ് ഈ രാജമ്മ കേട്ടോ. അപ്പൊ ഇങ്ങനെ ഋതു ഇങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ ഹരിയും പോകുന്നുണ്ട്. അപ്പൊ കുറച്ചു ദൂരം കഴിയുമ്പോഴേക്കും ഋതു ഒരു ആളൊഴിഞ്ഞ, അതായത് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു കെട്ടിടം, ആ കെട്ടിടത്തിൽ ഒരു ഡോക്ടർ ഇരിക്കുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ക്ലിനിക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ആ ഒരു ക്ലിനിക്കിലേക്കാണ് ഋതു ഇങ്ങനെ കയറി ചെല്ലുന്നത് ഹരി കാണുന്നത്. ഹരി അവിടെ ആരും അറിയാതെ വേറൊരു സ്ഥലത്തേക്ക് വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം ഒരു മൂലക്ക് മാറി നിൽക്കുകയാണ്. എന്നിട്ട് നമ്മുടെ പല്ലവിനെ വിളിക്കുന്നുണ്ട്. ചേച്ചി, ഞാൻ ഇന്ന സ്ഥലത്തുണ്ട്, ഞാൻ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്, ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ പല്ലവിയും ഓട്ടോക്ക് പൈസ കൊടുത്തതിന് ശേഷം ഹരി പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് പല്ലവിയും പോവാട്ടോ. പല്ലവി ചോദിക്കുന്നുണ്ട്, അല്ല ഹരി, ഋതു എവിടെയാ? ഇതിനുള്ളിലേക്ക് കയറിപ്പോയത്. ഇതിനുള്ളിലോ? ഇതെന്തോ ക്ലിനിക്ക് തന്നെയാണെന്ന് തോന്നുന്നു ചേച്ചി. ഇനി ഋതു പറഞ്ഞത് സത്യം തന്നെ ആയിരിക്കോ? ഡോക്ടറെ കാണാൻ വേണ്ടി തന്നെ വന്നതായിരിക്കോ? അങ്ങനെ ഒളിച്ചും പാത്തും ഡോക്ടറെ കാണാൻ വരേണ്ട കാര്യം അവൾക്കില്ലല്ലോ. അവളിപ്പോ കാണുന്ന ഡോക്ടർ വളരെ നല്ല ഡോക്ടർ തന്നെയാണ്. അച്ചും അവരെ തന്നെയല്ലേ കാണുന്നത്, അത് ശരിയാ. പിന്നെ അവളെന്തിനെ ഈ ഹോസ്പിറ്റലിൽ വന്നത്? അത് അറിയില്ല. എന്തായാലും എന്തോ വലിയൊരു സംഭവമുണ്ട്. ഹരി വാ എന്ന് പറഞ്ഞിട്ട് അവർ ഒളിച്ചും പാത്ത് ആ ഒരു ചെറിയ ക്ലിനിക്കിന്റെ പുറകു വശത്തോടെ കയറാണ്. അപ്പൊ അവര് കാണുന്ന കാഴ്ച ഞെട്ടിക്കുന്ന കാഴ്ച കേട്ടോ. അവിടെ ഋതുവിന്, അതായത് അനസ്തീഷ്യ കൊടുത്ത് കിടത്തിയിരിക്കുകയാണ്. അതായത് എന്താണ്, ഋതുവിനെ തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി ഇങ്ങനെ മയക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കിടത്തിയേക്കാണ്, മയങ്ങണ സംഭവം കൊടുത്തിട്ട് ഇങ്ങനെ കിടത്തിയേക്കാണ്. അത് കാണുമ്പോഴേക്കും ഹരിയും അതുപോലെ തന്നെ പല്ലവിയും ഷോക്കായി പോവാണ്. പെട്ടെന്ന് തന്നെ അവര് ഇവിടെ അവർക്ക് രണ്ടുപേർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് മനസ്സിലായ പെട്ടെന്ന് തന്നെ അവരൊരു
പോലീസിനെ വിളിക്കുകയാണ്. പോലീസിനെ വിവരം അറിയിക്കേണ്ടി ഇവിടെ ഇങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്, ഒരു ഗർഭിണികളെ എന്തോ ഒരു പ്രത്യേക സെറ്റപ്പിൽ ചെയ്യുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നത്, എന്തോ ഒരു വല്ലാത്തൊരു സംഭവമാണ് സർ, സാർ ഇങ്ങോട്ടേക്ക് വരണം എന്ന് പറഞ്ഞ് പോലീസുകാരെ വിളിക്കുകയാണ്. ശേഷം സേതുവിനെയും ഇന്ദ്രനെയും ഒക്കെ പല്ലവി വിളിക്കുന്നുണ്ട്. എല്ലാവരും അങ്ങോട്ടേക്ക് എത്താണ്. ഋതുവിന് അവരൊന്നും ചെയ്യാൻ പാടില്ലല്ലോ. പല്ലവിയും സേതും അവിടേക്ക് പോകുമ്പോഴേക്കും ആ ഒരു രാജമ്മ ചോദിക്കണ്ടേ, നിങ്ങൾ ആരാ, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? അതെ, കുഞ്ഞിനെ വല്ല അബോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ദേ ഒന്നും കൊണ്ട് പേടിക്കണ്ട, രാജമ്മ ചേച്ചിയുണ്ട്, മാറി നിൽക്കുന്നല്ലേ എന്ന് പറഞ്ഞിട്ട് പല്ലവി അകത്തേക്ക് കയറുമ്പോൾ ഋതു അവിടെ കിടക്കുക കേട്ടോ. ഹരി എടുത്ത് പറഞ്ഞിട്ട്, ഹരി എത്രയും പെട്ടെന്ന് ഋതുവിനെ വണ്ടിയിലേക്ക് കയറ്റണം എന്ന് പറയണം. നിങ്ങൾ എന്താ അതിക്രമം കാണിക്കുന്നത്, മാറി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ കുറച്ച് സ്റ്റാഫുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല തണ്ടും തടിയുള്ള കുറച്ച് ആണുങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ ചേർന്നിട്ട് പല്ലവീനെയും അതുപോലെ ഹരീനെയും അടിച്ചു പുറത്താക്കാൻ വേണ്ടി നോക്കണ സമയത്ത് തന്നെ സേതു അവിടെ പോലീസുകാരായിട്ട് എത്തുകയാണ്. പോലീസുകാരെ കാണുമ്പോൾ തന്നെ രാജമ്മ ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുമ്പോൾ തന്നെ പോലീസുകാർ രാജമ്മനെ പിടിക്കുകയാണ്. ശേഷം പോലീസിനെ ഈ രാജമ്മനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇവർ ഇതിനു മുമ്പ് ഇതുപോലത്തെ ഒരുപാട് കേസിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ തന്നെ പോലീസ് ചോദിക്കണേ, നിങ്ങൾ ആ രാജമ്മയല്ലെന്ന് ചോദിക്കുകയാണ്. അയ്യോ സാറേ, ഞാൻ വെറുതെ ഈ വഴി വന്നതാണ് സാറേ എന്ന് പറയണം. വെറുതെ വന്നതോ? സത്യം പറ, നിങ്ങൾ ആ പണ്ടത്തെ പരിപാടി ഇപ്പോഴും നിർത്തിയില്ലല്ലേ? അപ്പൊ പല്ലവി ചോദിക്കണ്ടേ, എന്താ സർ, ഇവര് ആരാ സർ, ഇവരെന്താന്ന് സാറിന് അറിയാവോ? പിന്നെ ഇവരെ അറിയാവോന്നോ? അതായത് ഗർഭിണികളായ സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോണതാ ഇവരുടെ മെയിൻ ഹോബി. ഇവരെ ഒരുപാട് പ്രാവശ്യം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇവരിപ്പോ മര്യാദയായിട്ട് ഏതൊരു ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യണമെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. ഓഹോ, അപ്പൊ അവർക്ക് നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് ഈ ജോലി ഇപ്പോഴും ഉണ്ടല്ലേ എന്ന് പോലീസ് ചോദിക്കണം. നടക്ക്, ഇനി നിങ്ങൾ എന്തായാലും രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞിട്ട് രാജമേനെ പിടിച്ചിട്ട് വണ്ടിയിലേക്ക് ഇടാണ് പോലീസുകാര്. അതിനുശേഷം ഋതുവിനെ കറക്റ്റ് സമയത്ത് തന്നെ പല്ലവിയും അതുപോലെ തന്നെ ഹരിയും കൂടി രക്ഷിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. പല്ലവി ഇത് പറയുന്നുണ്ട്, മോളെ നീ എന്ത് വലിയൊരു ആപത്തിലാണ് കയറി ചെന്ന് കൊടുത്തത്, നിനക്ക് അറിയാവോ എന്നൊക്കെ പല്ലവി ചോദിക്കുമ്പോൾ ഋതുക്ക് ഒന്നും ഓർമ്മ വരുന്നില്ല. ഋതുവിനോട് പറയണ്ട, ഇന്നാണ് ഇങ്ങനെയൊക്കെയാണ് സംഭവം, നിന്നെ തട്ടിക്കൊണ്ടു പോകാനായിരുന്നു അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഈ ഗർഭിണികളായിട്ടുള്ള പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടു പോയിട്ട് അതായത് അവർക്ക് ഇങ്ങനെ പ്രസവ സമയം ആകുമ്പോഴേക്കും അവരുടെ വയറ് കീറി കുഞ്ഞിനെ ആരെങ്കിലും വിറ്റിട്ട് നിങ്ങളെ കൊന്നു കളയണ ടീമാണ് അവരുടെ അടുത്ത് മോള് കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇത് ഇന്ദ്രൻ അറിയുമ്പോഴേക്കും ഇന്ദ്രനും ആകെ ഷോക്ക് ആവാണ്. ഇന്ദ്രൻ ഋതുവിനെ കുറ്റപ്പെടുത്താൻ പോകുമ്പോഴേക്കും പല്ലവി പറയുന്നുണ്ട്, ഇന്ദ്രനെ ഋതുവിനെ കുറ്റപ്പെടുത്താനുള്ള ഒരു യോഗ്യതയില്ല. കാരണം എന്ന് വെച്ചാൽ ഋതു ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ അതിനെ കാരണക്കാരൻ ആരാ? ഇന്ദ്രജിത്ത് തന്നെയാണ്. ഇന്ദ്രൻ മര്യാദക്കുള്ള ഒരു ഭർത്താവായിരുന്നെങ്കിൽ അവൾക്ക് ഇങ്ങനത്തെ ഒരു ചിന്ത വരത്തേ ഇല്ലായിരുന്നു. അവൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കാരണം നിങ്ങൾ തന്നെയാണ് ഇന്ദ്രൻ. അതുകൊണ്ട് ഇനി അവൾക്ക് ഇങ്ങനത്തെ ഒരു ചിന്ത ഇനിയും ചിലപ്പോൾ വന്നെന്നിരിക്കാം. അങ്ങനെ വരാതിരിക്കാനായിട്ട് നിങ്ങൾ മര്യാദക്ക് മാന്യവും മര്യാദയുള്ള ഒരു ഭർത്താവായിട്ട് അവളെയും അവളുടെ കുഞ്ഞെ സ്നേഹിക്കുകയാണെങ്കിൽ അവൾ നല്ല രീതിയിൽ നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. പിന്നെ ഋതുവിനോട് തുറന്നൊക്കെ പറഞ്ഞാലും പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ ഋതുവിന്റെ തലയിൽ അത് എത്രമാത്രം കയറി എന്നുള്ളത് നാളത്തെ വീക്കെൻഡ് പ്രൊമോയിൽ അറിയാട്ടോ. എന്തായാലും ഋതു ഇങ്ങനത്തെ ഒരു സ്ഥലത്താണ് പോയെന്ന് അറിയുമ്പോൾ നാളെ സേതുവിന്റെ കയ്യിൽ നിന്നും പല്ലവിയുടെ കയ്യിൽ നിന്നും അതുപോലെ തന്നെ പൂർണിമയുടെ കയ്യിൽ നിന്നൊക്കെ ഋതുവിന് അടിയുടെ പോലും ആയിരിക്കും കിട്ടാൻ പോണത്. എന്തായാലും നല്ല 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 എപ്പിസോഡ്സ് ആണ് വരാൻ പോണത്. ശരിക്കും പറഞ്ഞാൽ ഇത് റിയൽ ആയിട്ട് നടക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ കാണിക്കുന്നതും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.